കൈ മാത്രമുള്ള ഒരുത്തൻ കേരളത്തിലെ ഏറ്റവും സുരക്ഷയുള്ള ജയിൽ ചാടിയത് എങ്ങനെ? ജൂലൈ 25 രാവിലെ സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദചാമി ജയിൽ ചാടിയ വാർത്ത കേട്ടുണർന്ന കേരളം ആവർത്തിച്ച് ചോദിച്ച ചോദ്യമായിരുന്നു ഇത്. സൗമ്യ എന്ന 23-കാരിയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട ശേഷം ട്രാക്കിനടുത്ത് വെച്ച് ക്രൂരമായ പീഡനത്തിന് വിധേയമാക്കി. ചികിത്സയിലായിരുന്ന പെൺകുട്ടി ദിവസങ്ങൾക്കുള്ളിൽ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. ഈ കേസിൽ പിടിയിലായ കൊടും കുറ്റവാളി ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയത് കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു. താടി വളർത്തിയത് മുതൽ വണ്ണം കുറച്ചതുവരെ എല്ലാം കൃത്യമായ ആസൂത്രണത്തിന്റെ ഭാഗം. പുറത്തിറങ്ങിയാൽ ജയിൽ വസ്ത്രം കണ്ട് ആളുകൾ തിരിച്ചറിയുമെന്നത് അറിയാവുന്നത് കൊണ്ട് തന്നെ കറുത്ത വസ്ത്രം കൈവശപ്പെടുത്തിയും ഗോവിന്ദചാമി അതിബുദ്ധി കാട്ടി. വിചാരണ തടവുകാരുടെ വസ്ത്രം അലക്കാനിട്ടെടുത്തു നിന്നാണ് പ്രതി ഇത് സംഘടിപ്പിച്ചത്. എന്നാൽ ഇതും ആരും അറിഞ്ഞില്ല. പുറത്തിറങ്ങിയാൽ ആളുകളുടെ കണ്ണു വെട്ടിക്കാൻ പഴയ രൂപത്തിൽ നിന്നും മാറേണ്ടത് ഇയാൾക്ക് അത്യാവശ്യമായിരുന്നു. ഷേവിംഗ് അലർജിയാണെന്ന് പറഞ്ഞ് പ്രത്യേക അനുമതിയോടെയാണ് ജയിലിൽ ഇയാൾ താടി വളർത്തിയത്. ജയിലിൽ കുറച്ചു നാളായി ചപ്പാത്തി മാത്രമാണ് കഴിച്ചിരുന്നത്. ശരീരഭാരം പകുതിയായി കുറയ്ക്കുകയായിരുന്നു ലക്ഷ്യം. കൊടും കുറ്റവാളിയായ ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഒരാൾക്ക് പോലീസിന്റെ കണ്ണു വെട്ടിച്ച് എങ്ങനെ പുറത്തു കിടക്കാനാകുമെന്ന ചോദ്യത്തിന് അധികൃതരുടെ പിഴവെന്നേ ഉത്തരമുള്ളൂ. ആക്സോ ബ്ലേഡ് സംഘടിപ്പിച്ച് ദിവസങ്ങളോളം എടുത്താണ് സെല്ലിന്റെ കമ്പി ഇയാൾ അറുത്തത്. ആയുധം കടത്തിയതും കമ്പി അറുത്തതുമൊന്നും ഉദ്യോഗസ്ഥർ അറിഞ്ഞില്ല എന്നതും ഗുരുതര സുരക്ഷാ പിഴവാണ്. പിടികൂടിയപ്പോൾ ഇയാളുടെ കയ്യിൽ ടൂൾസ് ഉള്ളതായി കമ്മീഷണറും സമ്മതിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച പുലർച്ചെ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയ ഗോവിന്ദചാമി 200 മീറ്ററോളം നടന്നാണ് മതിലിന് സമീപമെത്തിയത്. 3 ഇരുമ്പ് വീപ്പകൾ അടുക്കി വെച്ച് അതിന് മുകളിൽ കയറി തുണി കൊണ്ട് കെട്ടിയ വടം മതിലിന് മുകളിലെ ഫെൻസിംഗിൽ കുരുക്കിയാണ് ഇയാൾ രക്ഷപ്പെട്ടത്. ഇതിൽ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും തയ്യാറെടുപ്പുകൾ നടന്നത് ജയിൽ അധികൃതർ അറിഞ്ഞില്ല എന്നതാണ്. മാത്രമല്ല, ജയിൽ ചാട്ടം തടയുന്നതിനാണ് മതിലിന് മുകളിലെ ഫെൻസിംഗിൽ വൈദ്യുതി സ്ഥാപിച്ചിരിക്കുന്നത്. അത് പ്രവർത്തിക്കാതിരുന്നതാണോ അതോ ഗോവിന്ദചാമി ഓഫ് ചെയ്തതാണോ എന്നതിനും ഉത്തരവില്ല. ഗോവിന്ദചാമിക്ക് പുറത്തു നിന്നും സഹായം കിട്ടിയെന്ന സംശയവും ഉയരുന്നുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിൽ പോലെയുള്ള അതീവ സുരക്ഷാ മേഖലയിൽ ഒറ്റക്കൈനായ ഒരു തടവുകാരന് ഇത്രയുമൊക്കെ സാധിക്കുന്നു എന്നത് തീർച്ചയായും ആശങ്ക ഉയർത്തുന്നുണ്ട്. അതിസുരക്ഷാ ജയിലിൽ നിന്ന് ഉദ്യോഗസ്ഥരുടെ കണ്ണുവെട്ടിച്ച് പുറത്തു ചാടാനായെങ്കിലും ഗോവിന്ദചാമിക്ക് നാട്ടുകാരുടെ കണ്ണുവെട്ടിച്ച് അധിക ദൂരം പോകാനായില്ല. അധികൃതർക്ക് തെറ്റിയിടത്ത് ഹീറോ ആയത് നാട്ടുകാരാണ്. തക്ക സമയത്തുള്ള ഇടപെടലിലൂടെയാണ് ഗോവിന്ദചാമിയെ പിടികൂടാൻ കഴിഞ്ഞത്.